മാഡം, ഇത് രാജീവിന്റെ വീടല്ലേ? അതെ. ആരാ? ഞാൻ സെൻട്രൽ ഗ്യാസ് ഏജൻസീസ് നിന്ന് വരികയാണ്. എന്താ കാര്യം? ഞാൻ പറയാം മാഡം. എന്തേ? മാഡം, ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറും സ്റ്റവും ഇൻഷുറൻസ് പുതുക്കാറായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊരു ഓർഡർ ഉള്ളതാണ്, പക്ഷെ അത് പെൻഡിങ്ങിൽ കിടക്കായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്, എല്ലാം ക്ലിയർ ചെയ്യണമെന്നും പറയുന്നത്. അപ്പൊ ആ അടുക്കള എവിടെയാണ്? ആ ഗ്യാസ് സിലിണ്ടർ സ്റ്റവും കാണിച്ചു തരികയാണെങ്കിൽ അതൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് പോകായിരുന്നു. ഇവിടെ 2-3 വീടുകളും കൂടി ടെസ്റ്റ് ചെയ്യാനുണ്ട്. നിക്ക് മോളെ വിളിക്കട്ടെ. മോളെ ഇവിടെ എന്തോ പറഞ്ഞൊരാൾ വന്നേക്കണം. മാഡം, ഞാൻ സെൻട്രൽ ഗ്യാസ് ഏജൻസീസ് നിന്ന് വരികയാണ്. ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറിന്റെ ഇൻഷുറൻസ് പുതുക്കാറായി കിടക്കാണ്. അത് പുതുക്കാൻ വേണ്ടി വന്നാണ്. എല്ലാ വാർഡിലെ ഗ്രൂപ്പിലും മെസ്സേജ് വിട്ടിരുന്നു മാഡം. ഇനി മാഡത്തിന് വിശ്വാസം ഓൺലൈൻ ഇതേ ഐഡന്റി കാർഡ് ഒന്ന് ചെക്ക് ചെയ്തു മാഡം. അപ്പൊ എന്താ നിങ്ങൾ പറയണത്? സിലിണ്ടർ ഇൻഷുർ ചെയ്യണമെന്നല്ലേ? അതെ മാഡം. എന്നാ വായോ, അടുക്കള കാണിച്ചുതരാം, വായോ. ഗ്യാസ് സിലിണ്ടർ സ്റ്റൗവൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ലേഡീസാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണത്. എന്തെങ്കിലും അപകടം പറ്റിയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ചെക്ക് ചെയ്യാനുള്ളതൊക്കെ അപ്പം ചെക്ക് ചെയ്യിക്കണം. ഞങ്ങളെ പോലുള്ള ഓഫീസർമാർ വന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സർവീസിങ് സ്റ്റേഷനിൽ ആളെ വിളിച്ച് ചെയ്യിക്കണം. ഇത് കണ്ടില്ലേ, ഈ പൈപ്പൊക്കെ ആകെ ദ്രവിച്ചിരിക്കാണ്. മോൻ പറഞ്ഞത് ശരി. ഞാനാണ് ഇപ്പൊ എപ്പോഴും അടുക്കളയിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത്. എന്തെങ്കിലും കത്തൊടുത്തൊക്കെ ഉണ്ടായിട്ട് പിന്നെ ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പൊ ഞാൻ കണ്ടീഷൻ ആക്കി തരാം, പിന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോളണം. ഇതിപ്പോ സ്പെഷ്യൽ ഓർഡർ കിട്ടിയാലാണ് ഞാൻ വന്ന് ചെയ്യണത്, മനസ്സിലായില്ലേ? സെൻട്രൽ ഗ്യാസ് ഏജൻസി. സെൻട്രൽ ഗ്യാസ് ഏജൻസി, അങ്ങനെ ഒരു ഏജൻസി ഉണ്ട്, ജെന്യുവിനാണ്. ഇയാളുടെ പേര് ഇങ്ങനൊരു പേരും നമ്പറും ഇല്ലല്ലോ. ദൈവമേ, ഇയാൾ ഫേക്കാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അകത്തേക്ക് കയറ്റും ചെയ്തല്ലോ. ദൈവമേ, എന്താ ചെയ്യാ? ഇതൊക്കെ തുരുമ്പായി തുടങ്ങി. ഇത് മാറ്റാറായി. ഇതെന്റെ സ്പെയർ ഉണ്ട്, ഞാൻ മാറ്റിയിട്ട് തരാടാ. അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ, സിലിണ്ടർ ഒക്കെ? ആകെ പോയി കിടക്കായിരുന്നു മാഡം. ആണോ? കണ്ടീഷൻ ഒക്കെ ഉണ്ട് കേട്ടാ. ഇനി ഈ റിങ്ങും കൂടി മാറ്റണം, ബാക്കിയെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ സർവീസിംഗ് ചാർജ് വരുന്നത്? സർവീസിംഗ് ചാർജ് ഫ്രീ ആണ് മാഡം. പാർട്സിന്റെ കാശ് മാത്രം തന്നാൽ മതി. എത്ര വരും? അതിപ്പോ ഞാൻ കൂട്ടിയിട്ട് പറഞ്ഞുതരാം. ഏകദേശം എത്ര വരും? നോക്കട്ടെ. ഇതിനൊരു 250 രൂപയോളം വരും. റിങ്ങിന് 2 റിങ് ഉണ്ടാവും, 2 മാറ്റാം നമുക്ക്.